എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂലൈ 30, 2026 വ്യാഴാഴ്ചയായിരുന്നു. സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ട്രേഡിംഗ് വ്യൂവിനകത്തും അതേപോലെ ഇന്ത്യൻ ബ്രോക്കറിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടൂളാണ് ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. ആ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വോളിയം പ്രൊഫൈലിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ പ്രത്യേകിച്ച് ലെവൽസ് ഒന്നും കൊടുത്തിട്ടില്ല ഇന്നത്തെ ദിവസത്തേക്ക്. അപ്പോൾ ഇന്നലെ നമുക്ക് ഉണ്ടായിരുന്നു, ഇന്നലത്തെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഈ ഒരു 2 ലെവൽ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിസ്റ്റൻസ് ഏരിയയുടെ മേലെയാണ് ഉള്ളത്. ഇതിൻ്റെ താഴെ മാത്രമാണ് മാർക്കറ്റിൽ എന്താവുള്ളൂ ഒരു പോട്ട് സൈഡിലേക്ക് മൂവ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് 7 മിനിറ്റുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളൊരു 7 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 7 മിനിറ്റിൻ്റെ പകരം ഏകദേശം 7,000 രൂപയുടെ മേലെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. 10.33 ക്യാനിൽ. ഓക്കെ, 10.33 ഒരു സിയുടെ ജസ്റ്റ് ഞാൻ ലെവൽസ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, 10.33 എന്നുള്ള റേഞ്ച് ഇതാണ് അല്ലേ. ഏകദേശം എത്രയാണ്? 356 ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ. 356, 357 റേഞ്ച്. 356 സി എ. ഓക്കെ, നിങ്ങൾക്ക് എസ് എൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ എസ് എൽ ആയിരുന്നു വരുന്നുള്ളൂ. ഓക്കെ, ഒരു 10-20 പോയിൻറ്റ് എസ് എൽ കൂട്ടിക്കോ. അവിടെ നിന്ന് ഏകദേശം എത്ര പോയിൻറ്റ് പോയി നോക്കും? 350 പോയിൻ്റാണ് പോയിട്ടുള്ളത് അല്ലേ. ഇതെന്ന് പറയുന്നത് ഓക്കെ 360. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 100 രൂപയുടെ പ്രീമിയം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് 200 വരെ പോയിട്ടുണ്ടാവും. ഓക്കെ, കാരണം ഇതിനകത്ത് 350 പോയിൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും ഒരു 150 പോയിൻറ്റ് 250 വരെ മിനിമം പോയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇന്നലത്തെ ഇത് ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ അല്ല പറയുന്നത്, വോളിയം പ്രൊഫൈൽ ഇന്നലത്തെ വീഡിയോ. ഓക്കെ, ജസ്റ്റ് ഒരു 7 മിനിറ്റ് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. മീൻസ് ഈ സ്ട്രൈക്കിലെങ്കിലും ഏത് സ്ട്രൈക്കിലെടുക്കും. കാരണം 350 പോയിൻറ്റ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് സ്ട്രൈക്കിലെടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ആ ലെവലിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, വീണ്ടും അതേപോലെ തന്നെ ഡേ ഹൈ കവർ ചെയ്തു. ഡേ ഹൈയുടെ മേലെ മാർക്കറ്റ് പോയിട്ടുണ്ട് അല്ലേ. ഏകദേശം 2 ട്രേഡിൽ തന്നെ ഏകദേശം എത്രയാണ് 700 പോയിൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. 700 പോയിൻ്റ് ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു 200 പോയിൻറ്റ് 700 പോയിൻറ്റ് 500 നമ്മൾ മൈനസ് ചെയ്ത് 200 പോയിൻറ്റെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവുന്നതായിരിക്കും അല്ലേ. ഇല്ലെങ്കിലും ഓക്കെ 100 പോയിൻറ്റെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതായിരുന്നു ലെവൽസ് എന്ന് പറയുന്നത്. മെയിൻ ലെവൽ എന്ന് പറയുന്നത് ഇതായിരുന്നു. പിന്നെ നമ്മുടെ ഡാറ്റ സി സൈഡിലേക്കായിരുന്നു നമ്മുടെ ഡാറ്റ ഉണ്ടായിരുന്നത്. പക്ഷേ ഡാറ്റ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മനസ്സിലായത്. നമ്മൾ രാവിലെ പുട്ട് സൈഡിലേക്കായിരുന്നു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പുട്ട് സൈഡിൽ ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ള റീസണും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഇന്നലെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ട ലെവൽസ് അല്ലേ. ഇന്നലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ മാർക്ക് ചെയ്ത ലെവൽസാണ് ഈ ഒരു ലെവൽസ് എന്ന് പറയുന്നത് അല്ലേ. ഏകദേശം 76,500 ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ആ ജസ്റ്റ് 2 ലെവൽ നോക്കി നോക്ക്. മാർക്കറ്റ് കറക്റ്റ് അവിടെ വന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. ലാസ്റ്റ് വന്ന ഹീറോ 0 നോക്കി നോക്ക്. ഏകദേശം 2.30 ഉണ്ടാക്കിയത് 2.30 വന്ന ലെവൽ. ഓക്കെ, നമ്മളെ ലെവലിൽ വന്നു. ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് പറയുന്നത് 3 രൂപ 4 രൂപയുള്ള പ്രീമിയമാണ് ഏകദേശം 140 വരെ 130 140 വരെ പോയിട്ടുള്ളത്. 3 രൂപ 4 രൂപയുള്ള പ്രീമിയം. ഓക്കെ, അത് എന്ത് മനസ്സിലാവും നിങ്ങൾക്ക് ആ വീഡിയോ 7 മിനിറ്റുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക കഴിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ വോളിയം പ്രൊഫൈൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടാവും. ഇത് എന്ന് പറയുമ്പോൾ ബ്ലൈൻഡായിട്ട് എൻ്റെ വീഡിയോ കണ്ട ഒരു ലെവൽസാണ്, വീഡിയോയിലുള്ള ലെവലാണ്, വേറെ ഒന്നും നിങ്ങൾക്കറിയില്ല. പക്ഷേ വീഡിയോയും പ്ലസ് നിങ്ങൾ എൻ്റെ വോളിയം പ്രൊഫൈൽ കോഴ്സും കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് എത്ര കിടിലനായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. നിങ്ങൾക്ക് മാക്സിമം ലോട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്നതല്ല കാര്യം, പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക എന്നതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ രാവിലെ പുട്ടെടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുട്ടെടുക്കാനുള്ള റീസൺ ലെവൽസ് ഇതായിരുന്നു ലെവൽസ്. ഓക്കെ, മാർക്കറ്റ് ഈ ലെവലിൻ്റെ താഴെയായിരുന്നു. ഇവിടെ ഓൾമോസ്റ്റ് ഇതാണ് ഓപ്പൺ ചെയ്തത്, റെഡ് ക്യാനിലാണ് ഓപ്പൺ ചെയ്തത്. കറക്റ്റ് നമ്മൾ ലെവലിൽ വന്നു. പുട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 170 പോയിൻ്റാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. വീണ്ടും ഇവിടെ വന്നു, അവിടുന്ന് ഒരു 10-60 പോയിൻറ്റ് മൂവ് ചെയ്തത്. അതിനുശേഷമാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, കവർ ചെയ്ത് പോയത്. അതിനുശേഷം നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽ അതിന് മുമ്പ് തന്നെ നിഫ്റ്റിയുടെ ലെവൽ ഈ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പുട്ട് ഓപ്ഷനിൽ. ഇതിനകത്ത് പിന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, റീടെസ്റ്റ് വന്നില്ല, കാരണം അത്രയും ഓൾറെഡി മൂവ് വന്നതാണ്. പിന്നെ അതിൽ 2 സൈഡിലും ബ്രേക്ക് ചെയ്തു. പിന്നെ നമ്മളത് നോക്കിയതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, നമ്മളിതായിരുന്നു നമ്മളെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു,
നമ്മൾ വേറെ സ്ട്രൈക്ക് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിട്ടില്ല. കാരണം നിഫ്റ്റിയുടെ ആകെ കൊടുത്ത ലെവൽ മാത്രമാണ് ഉണ്ടായിരുന്നു. രാത്രി ഞാൻ ലെവൽ കൊടുത്തിട്ടില്ല. നിഫ്റ്റിയിൽ കൊടുത്ത ലെവൽസും അതേപോലെ ഈ ഒരു സ്ട്രൈക്കിൻ്റെ ഈ ലെവലുമാണ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴാണ് നിഫ്റ്റിയുടെ ലെവൽ വെച്ചിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ. പിന്നെ ഡാറ്റ നമുക്ക് പക്ക ബുള്ളിഷ് ഡാറ്റ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റത്തെ HERO ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റി. അതിനകത്ത് മാക്സിമം പോയിൻറ്റും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൽ വരുന്ന സമയത്ത് ഒരു പ്ലാനിങ്ങും ഇല്ല. ഓക്കെ, മാർക്കറ്റ് ചിലപ്പോൾ മേലെ പോകും, താഴെ വരും. അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കുറേ സമയം ചെയ്യും, കുറേ സമയം പി എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു പ്ലാൻ ആദ്യം വേണം. ഏത് സൈഡിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ വ്യൂ. മാർക്കറ്റിലെ വ്യൂ എന്ന് പറയുമ്പോൾ ഡാറ്റ ബേസ് മാർക്കറ്റ് എല്ലാ ദിവസങ്ങളിലും പോകണമെന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൽ ഈ ഒരു റേഞ്ചിൽ മീൻസ് ഈ അപ്പ് സൈഡിലേക്ക് അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നമുക്കൊരു വ്യൂ ഉണ്ട്. അല്ലെങ്കിൽ ഡാറ്റ ബുള്ളിഷാണ്, മാർക്കറ്റിൽ ഡാറ്റ നെഗറ്റീവാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കുറച്ചുകൂടി കോൺഫിഡൻസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ചറവറാന്ന് പറഞ്ഞിട്ട് മേലോട്ടും താഴോട്ടും ട്രേഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഡാറ്റ ബുള്ളിഷാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു സി എടുത്തു, ഓക്കെ, നിങ്ങൾ എന്തായാലും എസ്സിൽ വെക്കുക. അല്ലെങ്കിൽ HERO സമയത്ത് നിങ്ങൾക്ക് ഒരു 10-20 രൂപയുടെ സാധനം എടുത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ 20 രൂപയുടെ പ്രീമിയം എടുത്ത് നിന്ന് ഹോൾഡ് ചെയ്ത് ഏകദേശം 250 രൂപ അത് പോയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ, അല്ലേ? പോയ കഴിഞ്ഞാൽ എത്രയാണ് പോവുക? 20 രൂപയുടെ പ്രീമിയമാണ് പോകുള്ളൂ. 2-3 പ്രാവശ്യം നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പോലും ഒറ്റ പ്രാവശ്യം അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡാറ്റ കൂടുതൽ റീഡ് ചെയ്യുന്നത്. അപ്പം പഠിക്കുന്ന ആളുകൾ ഇത് ഫോളോ ചെയ്യുക. അല്ലാതെ ഫോളോ ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല മാർക്കറ്റിൽ. ജസ്റ്റ് നമ്മൾ എന്താ പറയുക, പണ്ടത്തെ സെയിം മാർക്കറ്റിൽ കുറേ ബൈ കുറേ സെല്ല് ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു പ്രോപ്പർ വ്യൂ ഉണ്ടാക്കുക. ആ വ്യൂവിൽ നമുക്ക് മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, അതായിരിക്കും ഒരു ട്രേഡർ എന്ന് പറയുമ്പം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ചറപറാന്ന് പറഞ്ഞിട്ട് കോളും പൂട്ടുന്നതിനെക്കാട്ടി നല്ലതാണ് ഒരു സൈഡിൽ ഫോക്കസ് ചെയ്യുക. ആ ട്രേഡിലേക്ക് മാക്സിമം മറ്റേ സൈഡിൽ ഇപ്പോൾ ട്രേഡ് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ എടുക്കുക. പക്ഷേ എന്ത് ചെയ്യുക, ലോട്ട് കുറച്ച്. നമുക്കിപ്പോൾ ഡാറ്റ എഗൈൻസ്റ്റ് ആണ്, ഇപ്പോൾ ഡാറ്റ ബുള്ളിഷാണ്, നമുക്ക് എന്താണ് പുട്ട് സൈഡിലാണ് ട്രേഡ് വരുന്നതെങ്കിൽ ട്രേഡ് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ എന്ത് ചെയ്യുക, ലോട്ട് കുറച്ചെടുക്കുക. SL പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഓപ്പോസിറ്റ് നമുക്ക് എന്താണ്, ഓപ്പോസിറ്റ് ഡാറ്റ ബുള്ളിഷാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാകും. നമുക്ക് ലോട്ട് കുറച്ചുകൂടി കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ HERO നോക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ആ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പോലും ഏതെങ്കിലും നമ്മൾ 10 ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഡാറ്റ ഒരു 60-70% ഡാറ്റ വർക്കിംഗ് ആണ്. ഓക്കെ, അത്ര തന്നെ കിട്ടിയാൽ മതി. നമുക്കൊരു 10 എക്സ്പയറിനകത്ത് 6-7 എക്സ്പയറി കിട്ടിയാൽ മതി. ഈ 10 രൂപയുള്ള സാധനം 200-300 ആയാൽ മതി. ബാക്കി നമുക്ക് 4 എണ്ണം പോയാലും ഈ 10 വെച്ചിട്ട് 4 40 പോയിൻ്റാണ് പോകത്തുള്ളൂ. പക്ഷേ കിട്ടുന്ന ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ 200 പോയിൻ്റ് കിട്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. വോളിയം പ്രൊഫൈൽ അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും ഞാൻ ഡാറ്റ റീഡ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അതേപോലെ തന്നെ ഗോൾഡിൽ ലെവൽസ് മാറ്റം വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നലത്തെ ലെവൽസിൻ്റെ ബേസിലാണ്. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്ത് നമ്മളെ ലെവലിൽ ഓൾമോസ്റ്റ് ഹൈ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ പോയത് 4.5 പോയിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ്, ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യണമായിരുന്നു മാർക്കറ്റ്. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ഹോൾഡ് ചെയ്തില്ല. ഓക്കെ, കാരണം ഈ ഒരു സെറ്റപ്പിലാണ് മാർക്കറ്റ് പോകേണ്ടിയിരുന്നത്. ഓക്കെ, അത് നോക്കി വന്നത് ഓൾമോസ്റ്റ് 5.5 വന്നിട്ടുള്ളത്. പക്ഷേ നമ്മളതിൽ കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 6:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രേഡ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യല്ല, എണീക്കുന്ന സമയം തന്നെയാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ ലെവലിൻ്റെ താഴെ മാർക്കറ്റ് പോയതുകൊണ്ട് തന്നെ ഇതെന്താണ്, മാർക്കറ്റിലെ സംബന്ധിച്ചിടത്തോളം ഹെവി റെസിസ്റ്റൻസ് ഏരിയ ആണ്. കാരണം ഇത് ഓൾറെഡി ഇതിൻ്റെ മേലെ പോയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിന്ന് നമുക്ക് ബൈ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു SL എന്തായാലും ഹിറ്റാവും. ഏകദേശം ഒരു 6 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്ക് SL വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് സെല്ലാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വ്യൂ എന്താണ്, ഇതിൻ്റെ താഴെ പോയ സ്ഥിതിക്ക് എന്താണ് നമ്മൾ നെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്നത്, ഇവിടുന്ന് സെൽ സൈഡിലേക്കാണ് നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്താണ്, നമ്മളെ എൻട്രി പോയിൻ്റാണ്. ഏകദേശം എന്താണ് ഒരു 6 പോയിൻറ്റിൻ്റെ അടുത്ത് SL വരും. ഓൾമോസ്റ്റ് മാർക്കറ്റിൻ്റെ ലോ എന്ന് പറയുന്നത് എത്രയാണ്, 60 പോയിൻ്റാണ് വന്നിട്ടുള്ളത്. 6 പോയിൻറ്റ് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ 60 പോയിൻറ്റ് ഇല്ലെങ്കിൽ ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഇത് ഞാൻ ഇതാണ് പറയുന്നത്, ടോട്ടൽ പോയതാണ്. പക്ഷേ നമ്മളെന്താണ് ലെവലിൻ്റെ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ 50 പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഈസി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, 50 പോയിൻറ്റ്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്, എത്ര മണിക്കാണ് ട്രേഡ് ആക്റ്റീവ്, 6:30 മുതൽ ഓൾമോസ്റ്റ് 7:30 വരെ മാർക്കറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴെ വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റത്തെ ലെവലിൽ വന്നു മാർക്കറ്റ് ഓൾമോസ്റ്റ് 37 മാർക്കറ്റ് ഏകദേശം 14 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടാണ് ഇതിൻ്റെ താഴെ വന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, ലെവൽ വീണ്ടും ബ്രേക്ക് ചെയ്തു. ഒരു ക്യാൻഡിൽ പോലും താഴെ വന്നില്ല, സസ്റ്റെയിൻ ചെയ്തു, മാർക്കറ്റ് പോയി. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നെക്സ്റ്റ് സെറ്റപ്പ് എന്താണ്, ഈ ലെവലിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി താഴെ പോയതാണ്, അല്ലേ? അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്, ഇതാണ്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്തു, 56 താഴെ മാത്രമാണ് നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് ഇതിൻ്റെ താഴെ പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് റെസിസ്റ്റൻസ് ആവണം. പക്ഷേ ആയിട്ടില്ല. എന്ത് ചെയ്തു, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ്, ഇത് നമുക്ക് ഹൈ ഓപ്പർച്യൂണിറ്റിക്കുള്ള പ്ലേസ് ആണ്.
61 നമുക്ക് ബൈ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം 14 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനെക്കാട്ടും കൂടുതൽ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇത് രണ്ടും നമുക്ക് എന്താണ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. മാർക്കറ്റ് ഇപ്പോഴും അവിടെ തന്നെയാണ് എന്താണ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 82 റേഞ്ചിലാണ് മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ ലെവൽ മാർക്ക് ചെയ്യുക. ഇന്നലെയും നമുക്ക് ഗോൾഡിൽ നല്ല നല്ല ട്രേഡുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം നിങ്ങൾക്ക് തന്ന ലെവലിൽ മാറ്റമുണ്ട്. മാറ്റം മീൻസ് രാവിലെ ആകുമ്പോൾ നമ്മൾ എന്തായാലും ലെവൽ മാറ്റി വരക്കും. കാരണം ഇന്നലത്തെ വോളിയം പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും നമ്മൾ ഇന്നത്തെ ഗ്യാപ്പ് വരക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവൻ ദോ RSL അടിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്ത് മാന്യമായ പ്രോഫിറ്റ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഈ ലെവൽ മാർക്ക് ചെയ്യുക. പക്ഷേ ഈ ലെവൽ എന്ന് പറയുന്നത് നാളെ രാവിലെ മീൻസ് ഇന്ന് രാത്രി കൂടെ ഉള്ളൂ, നാളത്തേക്കിന് അത് വാലിഡ് ആവില്ല. അപ്പോൾ നമ്മൾ നാളെ ലെവൽ വേറെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഓൾറെഡി 5 മണി ആയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ 5:30 ആവും. അപ്പോൾ 5:30 മുതൽ ഇന്ന് രാത്രി വരെ മാത്രമേ നിങ്ങൾക്ക് ഇത് വാലിഡ് ആയിട്ടുണ്ടുള്ളൂ. അല്ല ഇപ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ലൈൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വോളിയം പ്രൊഫൈലിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തുകഴിഞ്ഞാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ നമുക്ക് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട്, വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പുണ്ട്. ഇന്ത്യ മാർക്കറ്റിലും ഫോറക്സിലും ക്രിപ്റ്റോയിലും നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. അപ്പോൾ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. അതുകൂടാതെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഗ്രൂപ്പിനകത്ത് ആക്സസും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ GBP JPYയിൽ ഞാൻ ഇന്നലെ ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്ത ലെവൽസ് ഞാൻ അയച്ചു തരാം. ഇതായിരുന്നു ഞാൻ എത്ര മണിക്കാണ് കൊടുത്തത്, ഓൾമോസ്റ്റ് 5:45 എന്താണ് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായ എന്താണ്, ഈ ലെവലിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ ഓക്കെ, ഈ ലെവലിൻ്റെ മേലെ പോയാൽ തിരിച്ച് റീടെസ്റ്റിൽ നമുക്ക് ഇവിടെ ബൈ എടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ താഴെയായിരിക്കും നമുക്ക് SL വരുന്നത്, ക്യാൻഡിൽ ക്ലോസ്. എത്ര ചെറിയ SL ആണ് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. ടാർഗറ്റ് എന്തായിരുന്നു, ഇത് ഫസ്റ്റ് ടാർഗറ്റ്, ഇത് സെക്കൻഡ് ടാർഗറ്റ്. ഈസി ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞതാണ് 1:46 ആണ് നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുള്ളത് അല്ലേ. 1000 പോയിൻറ്റ് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 46,000 പോയിൻ്റാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവുക, പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. അതിനുശേഷം എന്ത് ചെയ്തു, ആ ലെവലിൽ മാർക്കറ്റ് വന്നു, സസ്റ്റെയിൻ ചെയ്തില്ല. അവിടെ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് കളിച്ചു, അവിടെ നിന്ന് നേരെ താഴെ വന്നു. ഓക്കെ, സ്റ്റിൽ മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത് ഏതാണ്, ന്യൂസ് കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, മാർക്കറ്റിൽ എന്ത് ചെയ്തു, കറക്റ്റ് നമ്മൾ ലെവലിൽ വന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഇത്രയും വലിയ ക്യാൻഡിൽ വന്നിട്ട് പോലും ആ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുന്നില്ല. അവിടെ നിന്നാണ് മാർക്കറ്റ് വീണ്ടും പുഷ് ചെയ്ത് പോകുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ട്രേഡൊന്നും എടുത്തില്ല, നമ്മൾ വാങ്ങ ട്രേഡ് എടുത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് മാന്യമായ പ്രോഫിറ്റ്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ റിസ്ക് റിവാർഡ്. ഓക്കെ, അപ്പോൾ അത് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. EURUSDയിലെ ലെവൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് കൊടുത്താണ് ലെവലാണ്. ഇതായിരുന്നു ലെവൽ. ഓക്കെ, ഇത് ലെവലിൻ്റെ താഴെയുള്ള സമയത്താണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റേഞ്ചിലുണ്ടായ സമയത്ത് അതിനുശേഷം എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. പക്ഷേ എന്ത് ചെയ്തില്ല, റീടെസ്റ്റ് ചെയ്ത് തന്നില്ല, നേരെ മേലെ കയറിപ്പോയി. കഴിഞ്ഞ ദിവസം വന്നു, ഫസ്റ്റ് ഗ്യാപ്പിൽ വന്നു, അതിനുശേഷം ഏറ്റവും ഡിസ്കൗണ്ട് വന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 1:45 അല്ല 1:60 എപ്പോൾ നമുക്ക് പോയിട്ടുണ്ടാവും. കറക്റ്റ് ലെവലിൽ വന്നിട്ടാണ് ടാപ്പ് ചെയ്ത് പോന്നിട്ടുള്ളത്. ഓക്കെ, ഇതെല്ലാം ഞാൻ കൊടുത്തതുകൊണ്ടാണ് പറയുന്നത്, കൊടുക്കാത്തതിനെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ കൊടുത്ത ലെവൽസ് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ, കൊടുക്കാത്ത ഒരു ലെവലും ഇല്ല. ഓക്കെ, GBP JB ഇന്നലെ കൊടുത്തതാണ്. EURUSD 2 ദിവസം മുമ്പ് കൊടുത്ത ലെവൽസാണ് ഈ ഒരു ലെവൽ. പിന്നെ ഗോൾഡിൻ്റെത് രാവിലെ കൊടുത്തതാണ്. ഓക്കെ, അതേപോലെ ഓയിലിൻ്റെ ലെവൽസും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിലിൻ്റെ ലെവൽസ് 2-3 ദിവസമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ലെവലായിരുന്നു ആ ഒരു ലെവൽ. ഓക്കെ, നമ്മൾ 3 ഡേയ്സ് മുമ്പാണ് ഈ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് പോയിന്ന് ഞാൻ കാണിച്ചു തരാം. 2.5% മേലെ മാർക്കറ്റ് പോയി. അതിനുശേഷം എന്ത് ചെയ്തു, ലെവൽ ബ്രേക്ക് ചെയ്തു. കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ, ഇവിടെ ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് ഓൾമോസ്റ്റ് 5% എന്ത് ചെയ്തു, ഡൗൺ ആയി. വീണ്ടും ലെവലിൽ വന്നു, റീടെസ്റ്റ് എടുത്തു, മാർക്കറ്റ് പോയി. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ ലെവലിൻ്റെ മേലെ പോയി, വീണ്ടും ആക്റ്റീവായി. എവിടെയാണ് ആക്റ്റീവായത്, ഇതാണ് ആക്റ്റീവായി. ഇന്ന് കറക്റ്റ് ലെവലിലെടുത്തു, ഓൾമോസ്റ്റ് 3% മൂവ് ചെയ്തു. ഓക്കെ, സിമ്പിളായിട്ട് 2 ലെവൽസ് ഉള്ളൂ അല്ലേ. ഏറ്റവും ചെറിയ സെല്ലാണ് 2 ലെവൽസ്. ആ 2 ലെവൽസ് മാർക്കറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇതാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ റിസ്കിൽ ഏറ്റവും ഹൈ റിവാർഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാൻ നമ്പറിലേക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാം. ഗ്രൂപ്പിനകത്ത് ആക്സസ് കിട്ടിയിരിക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.